ഗൈസ്, ഇന്ന് നമുക്കൊരു കാരമൽ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പറഞ്ഞ പോലെ കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പഞ്ചസാരയിലേക്ക് കുറച്ച് പാനിയും ഒഴിച്ചങ്ങോട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. കുറേ നേരം ചെയ്തതിന് ശേഷമാണ് അന്നൊരു കാരമലൈസ് വന്നത്. വല്ലാതെ എൻ്റെ ക്ഷമ നിങ്ങൾ പരീക്ഷിച്ചു, എന്നാലും കുഴപ്പമില്ല. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് പഞ്ചസാര, ബ്രെഡ്, 2 മുട്ട, 1 കപ്പ് പാൽ, ഞാൻ 1/2 കപ്പ് പാൽ ഒഴിച്ചുകൊണ്ട് കുറച്ച് തിക്ക് സെക്ഷനിലാണ് വന്നത്. ഏകദേശം 1 മിനിറ്റ് വരെ ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ കാരമലൈസ് ചെയ്ത ആ ഷുഗറിനെ മണ്ടയിലോട്ട് ഒഴിച്ചതിന് ശേഷം 25 മിനിറ്റ് വരെ നമുക്ക് ആവിയിൽ വെക്കാം കേട്ടോ. സാധനമൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്കൊന്ന് ചൂടാറിയിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് കൂളാക്കിയിട്ട് കഴിക്കാം. കൂളാക്കാനുള്ള ക്ഷമ എനിക്കില്ല, പക്ഷേ ടേസ്റ്റിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യുമല്ലോ. സോ അതുകൊണ്ട് നമുക്കൊന്ന് കൂളാക്കിയിട്ട് എടുക്കാം. നമ്മൾ ഏകദേശം ഞാൻ 1 മണിയായപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പോൾ ടൈം 3:30 ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം. നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി സാധാരണ ഞാൻ കണ്ടിട്ടുള്ള നല്ല കട്ടിയുള്ളതാണ്. എൻ്റെ പക്ഷേ അധികം കട്ടിയില്ല, അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് കൊടുത്തില്ലാണ്. നല്ല തിക്കുള്ളതാണ് ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത്. കുറച്ച് കഴിച്ച് നോക്കാം. ഇത് യൂട്യൂബിൽ കാണുന്ന പോലെ കട്ടിയുണ്ടടാ. ഇതിന് കുറച്ച് കട്ടിയുണ്ട് സാധാരണ ഞാൻ കണ്ടേലും. ഞാൻ പറഞ്ഞില്ലേ ബാറ്റർ കൊള്ളാം. ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് കുഴപ്പമില്ല ആരും ഞാൻ തോന്നുന്നത്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. സോ ബൈ ഗൈസ്.